വിശക്കാതെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ളവർ കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. എങ്ങനെയാണ് തിന്നേണ്ടത്, എപ്പോഴാണ് തിന്നേണ്ടത്, എന്താണ് തിന്നേണ്ടത്? 4 പ്രധാന കാര്യങ്ങൾ അവിടെ വരുന്നു. തിന്നുക എന്ന് മാത്രം അർത്ഥം വെച്ച് പോകാനൊക്കില്ല. എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ്. എന്നാൽ ഏറ്റവും നല്ല സമയം ഏതാണ്? രാവിലെയാണ്. രാവിലത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല. രാവിലെ കഴിക്കാൻ നല്ല ഭക്ഷണം ഏതാണ്? പഴങ്ങളാണ്. കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. ഇൽമിന്റെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തീരെ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പഴങ്ങളാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് താമസിക്കാൻ വരുമ്പോൾ പഴഭക്ഷണത്തോടൊപ്പമാണ് വന്നത് എന്ന് മുഹമ്മദുർ റസൂൽ. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രഭാത ഭക്ഷണം, ഒരു മനുഷ്യന്റെ രാവിലത്തെ ഭക്ഷണം, ആദ്യത്തെ ഭക്ഷണം ഏത്തപ്പഴം, നേന്ത്രപ്പഴം, അങ്ങനെ പറയൂലേ? വേറെന്താ പേരുണ്ട് ഇവിടെ? അല്ല, പേരുണ്ടോ പറഞ്ഞോളി. ഇല്ല, ഏത്തപ്പഴം, നീളമുള്ള പഴം. റോബസ്റ്റ് അല്ല ഉദ്ദേശിച്ചത്, നേന്ത്രപ്പഴം. അതും ഈത്തപ്പഴവും 1 ഗ്ലാസ് മഞ്ഞൾ ചേർത്ത പശുവിൻ പാലുമായാൽ പിറ്റേന്ന് രാവിലെ ആ സമയം വരെ അയാൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കാത്തോടുള്ള സൂക്കേട് വരൂല. ആരാ പറയണത്? വെളിയങ്കോട് ഉമർ ഖാദി. വെളിയങ്കോട് ഉമർ ഖാദി ഇത് പറയാൻ ആരാന്ന് ഇനി നിങ്ങൾ ചോദിക്കൂല? ചോദിക്കോ? മൂപ്പർ സ്വാതന്ത്ര്യ സമരം പറയേണ്ട ആളല്ലേ? നിങ്ങൾ പറയൂ. ശരീരശാസ്ത്രം ഇത്രമേൽ അറിയുന്ന ഒരു മലബാരി പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ? അപാരമായ ബുദ്ധിശക്തി. ഞാൻ ഇബ്നു സീനയുടെ കാര്യം പറഞ്ഞു. ഇത്രമേൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വൈജ്ഞാനികമായ അപാരമായ ആഴവും പരപ്പും എങ്ങനെയാണ് ഇബ്നു സീനാക്ക് ചെറുപ്രായത്തിലേ ഉണ്ടായത് എന്നന്വേഷിച്ചപ്പോൾ പലപ്പോഴും ആ മഹാനുഭാവൻ രാവിലെ കഴിക്കുന്ന പഴഭക്ഷണം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. കാരനായ സ്വഹാബി വര്യനാണ് ആര്? മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു. ക്ഷമിക്കലാണോ നല്ലത്? രോഗമില്ലാത്ത ശരീരം നോക്കി അൽഹംദുലില്ലാഹ് പറയലാണോ നല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂദർദായേ, അല്ലാഹുവിന് ആരോഗ്യമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ രോഗമില്ലാത്ത ശരീരം നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ് അല്ലാഹുവിന് താല്പര്യം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു അങ്ങനെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ സദസ്സിൽ ആർക്കെങ്കിലും വല്ല രോഗങ്ങളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്.